എനിക്ക് തുടങ്ങിയപ്പം അങ്ങനെ പ്രാക്ടീസ് ഇല്ലായിരുന്നു. പ്രാക്ടീസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ പറ്റുമോ അതൊക്കെ ഭയങ്കര, ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എക്സിറ്റ് തൊട്ട് ജംഗ്ഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷെ ക്ലാസ് തുടങ്ങി യാസിനൊരു 3-4 തവണ കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് ആ പേടി മാറി. വണ്ടികൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ആ ഒരു പേടിയും ടെൻഷനും ഒക്കെ മാറി. എനിക്ക് സ്മൂത്തായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമുണ്ട് ഇപ്പം. സ്പീഡിൽ പോകാൻ പറ്റുന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള ധൈര്യമുണ്ട്. പിന്നെ റിവേഴ്സ് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എനിക്ക് എങ്ങോട്ട് തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനായ കാര്യങ്ങളായിരുന്നു. അപ്പം അതും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏകദേശം നല്ല ഐഡിയ ഉണ്ട്, ഇനി എനിക്കത് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കണം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ബോണസ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിയായിരുന്നു? കുറെ ടിപ്സ് കിട്ടി. കുറെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. വണ്ടി ഓടിക്കാൻ അറിയാന്നല്ലാണ്ട് വണ്ടിയെ കുറിച്ച് അങ്ങനെ ഒത്തിരി വിവരമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് കുറെ ടിപ്സ് കിട്ടി. ഇപ്പൊ മിറർ ആണല്ലോ എങ്ങനെ യൂസ് ചെയ്യണം, ഇപ്പൊ പഞ്ചറായ എങ്ങനെ മാറ്റണം, ബോണറ്റിന്റെ ഉള്ള സംഭവങ്ങള്, അങ്ങനെ ഇപ്പൊ ഈ ലൈറ്റുകള്, അങ്ങനെ വണ്ടിനെ കുറിച്ച് ഒരു ഫുൾ നോളജ് എനിക്ക് തരാനും പറ്റി. റോഡിലോട്ട് ഇറക്കിയാലും വണ്ടി ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ കുറെ ടിപ്സ് എനിക്ക് കിട്ടി. ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? വേണ്ട, നന്നായിട്ടായിരിക്കണം. ഭയങ്കര. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം ചവിട്ടിക്കോ സ്പീഡ് കുട്ടിക്കോളാൻ പറയും. അത് പൊതുവെ എന്റെ കൂടെ ഇരുന്ന് ഓടിക്കുന്നവരാരും പറയാറില്ല. അത് എന്ന് വെച്ചാല് എന്റെ കോൺഫിഡൻസ് അല്ലത്, ഞാൻ പറഞ്ഞ നോളജ് മാഡത്തിന് ക്ലിക്കായെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇനി സ്പീഡ് കൂട്ടിയാലും ആള് നിർത്തിക്കോളും എനിക്ക് കോൺഫിഡൻസ് കിട്ടണത് മാഡം അത് റെസ്പോണ്ട് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് കൂട്ടിക്കൊള്ളാൻ പറയില്ല, എനിക്ക് കൂട്ടാൻ പറയില്ല. ഭയങ്കര ഇഷ്ടം. കാരണം എന്റെ കൂടെ ആര് കാർത്തിക് ഇരുന്നാലും ഒട്ടും സമ്മതിക്കൂല. ഇത്തിരിയെങ്കിലും ഞാൻ സ്പീഡ് ചവിട്ടിക്കോ എന്ന് പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. പിന്നെ ഭയങ്കര കാമായിരുന്നു. അങ്ങനെ ജംഗ്ഷനൊക്കെ വരുമ്പോ അങ്ങനെ ധൃതി പിടിപ്പിക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഒച്ചത്തിൽ പറയോ സൗണ്ട് റേസ് ചെയ്യോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ കാമായിരുന്നു. അപ്പൊ കൂടെ നമുക്ക് ഓടിക്കുമ്പോ അങ്ങനെ നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ആവത്തില്ല. സാറ് ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ജംഗ്ഷൻ എത്തുമ്പോൾ ബാക്കിൽ നിന്ന് ഫോൺ വരും. അത് ചെയ്യണ്ട. നമ്മൾ സാധാരണ ഓടിക്കുമ്പോ നമ്മള് പെട്ടെന്ന് എടുത്തിട്ട് പോകും. പക്ഷെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചാൽ പറ്റില്ല. അപ്പൊ സാറ് ഇരുന്ന് ഓടിക്കുമ്പോഴും ബാക്കിൽ നിന്ന് ഫോൺ അടി കേൾക്കും. അത് മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് നോക്കിയിട്ട് മാത്രം. ബാക്കിൽ വന്നവർ ചിലപ്പോൾ എക്സ്പേർട്ട് ആയിരിക്കും, ചിലപ്പോൾ അതിന്റെ പ്രോ ആയിരിക്കും. അപ്പൊ അവര് ചിലപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കണ്ട, നമ്മള് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളും പെട്ടെന്ന് പോട്ടെ എന്ന് പറയരുത്.